മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്തും സെക്സ് റാക്കറ്റും നടത്തിയ കേസിൽ കൂടുതൽ കണ്ടെത്തലുകൾ പുറത്തുവരികയാണ്. യുവതികളെ ദുബായിലേക്ക് എത്തിച്ച് റാക്കറ്റിനെ നിയന്ത്രിച്ചത് ബിലാൽ ആണ് എന്നതാണ് നിഗമനം. കേസിൽ അറസ്റ്റിലായ സിന്ധുവുമായി ബിലാൽ പരിചയത്തിലായത് ദുബായിൽ വെച്ചാണ്. സെക്സ് റാക്കറ്റിന്റെ പ്രവർത്തനം സജീവമായതോടെ ബിലാൽ ജോലി ഉപേക്ഷിച്ച് കേരളത്തിലേക്ക് മടങ്ങിവന്നു. പ്രതി സിന്ധു ഗുണ്ടാ നേതാവ് ഔറംഗസേബിന്റെ അക്കൗണ്ടിലേക്ക് പണം അയച്ചതിന്റെ തെളിവുകൾ പോലീസിന് ലഭിക്കുകയും ചെയ്തു. യെസ്, ആജ്ഞയാണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ആജ്ഞ, ആരാണ് ഈ ബിലാൽ? അഭിലാഷ്, നിലവിൽ ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു കമ്പനിയിലാണ് ഇത് റൺ ചെയ്തിരുന്നതെന്നാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ കമ്പനി ശരിക്കും കടലാസിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കമ്പനി മാത്രമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ യുവതികളെ സെക്സ് റാക്കറ്റിൽപ്പെടുത്തി ആളുകളുടെ മുന്നിൽ എത്തിക്കുകയും അവരിൽ നിന്നും കിട്ടുന്ന ഒരു പണത്തിന്റെ ഒരു ഓഹരി ഈ കമ്പനിക്കും പിന്നീട് ഈ എത്തിക്കുന്ന വ്യക്തികൾ തമ്മിൽ ഡിവൈഡ് ചെയ്തെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന്റെ പേരിലുണ്ടായ തർക്കമാണ് ഇത്തരത്തിലൊരു വലിയ പരാതിയിലേക്ക് നീണ്ടതെന്നാണ് കഴിഞ്ഞ ദിവസം സിന്ധു എന്ന് പറയുന്ന ഒന്നാമത്തെ പ്രതി വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ്. അതുമാത്രമല്ല, കഴിഞ്ഞ 14 വർഷമായിട്ട് ദുബായിൽ ഇവന്റ് മാനേജ്മെന്റ് പരിപാടി സംഘടിപ്പിക്കുന്നുണ്ടെന്നാണ് സിന്ധു മൊഴി നൽകിയിരിക്കുന്നത്. അങ്ങനെയാണ്. നിരവധി യുവതികളെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ദുബായിൽ എത്തിച്ചിട്ടുള്ളത്. ഈ മാത്രമല്ല, ഈ ഇവന്റ് മാനേജ്മെന്റ് പരിപാടിയുടെ ഭാഗമായിട്ട് വർഷത്തിൽ 3 പരിപാടി വരെ സംഘടിപ്പിക്കാറുണ്ട്. സെലിബ്രിറ്റികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇത്തരം ഷോകൾ സംഘടിപ്പിക്കുന്നത്. ഈ ഷോയുടെ ഭാഗമായിട്ട് പങ്കെടുത്തിട്ടുള്ള ഷോയിൽ പങ്കെടുത്തിട്ടുള്ള താരങ്ങളുടെ മൊഴിയെടുക്കാൻ കൂടി തയ്യാറാവുകയാണ് പോലീസ്. അതുപോലെ പ്രതി സിന്ധു നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ ഔറംഗസേബ് എന്ന് പറയുന്ന ഗുണ്ടാ തലവന്റെ അക്കൗണ്ടിലേക്ക് പണം അയച്ചിരുന്നതായിട്ടും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ പ്രതികൾ അറസ്റ്റിലാക്കാനുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് സിന്ധുവിനെ കോടതിയിൽ ഹാജരാക്കിയതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ എത്തിയിരുന്ന സാഹചര്യത്തിൽ സിന്ധു തന്നെ വെളിപ്പെടുത്തുന്ന ഈ പരാതിക്കാരി ഇതിന്റെ ഭാഗമാണ്. പരാതിക്കാരിയുമായി ഉണ്ടായ ഒരു തർക്കം, സാമ്പത്തിക തർക്കമാണ് തന്നെ കൂടി ഇത്തരത്തിലൊരു കെണിയിൽപ്പെടുത്തിയത് എന്നാണ് സിന്ധു വ്യക്തമാക്കുന്നത്. അതേസമയം സിന്ധുവിനെ കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് ഇന്ന് സമർപ്പിക്കും. കൂടുതൽ സിന്ധുവിനെ കസ്റ്റഡിയിൽ കിട്ടിയ ശേഷം കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് പോകും. എന്തായാലും ജൂൺ 4 വരെ സിന്ധു നിലവിൽ റിമാൻഡിലാണ്. ഈ സിന്ധുവിന്റെ മകളുടെ പേരിലാണ് ഈ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉള്ളതെന്നാണ്. ഈ പേര് ഈ കമ്പനി കടലാസ് കമ്പനിയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ബിലാൽ എന്ന് പറയുന്ന ഈ വ്യക്തി ദുബായിൽ നിന്നാണ് സിന്ധു ബിലാലുമായി പരിചയത്തിലാകുന്നത്. ഈ ബിലാൽ എന്ന് പറയുന്ന ആള് ദുബായിലേക്ക് എത്തിക്കുന്ന യുവതികളെ ഈ റാക്കറ്റിനെ നിയന്ത്രിച്ചിരുന്ന ബിലാൽ എന്ന് പറയുന്ന ഈ വ്യക്തിയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഇതിന്റെ മറവിൽ മനുഷ്യക്കടത്തുണ്ട് എന്നുള്ളൊരു സംശയം കൂടി പോലീസിനുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിച്ചു വരികയാണ്. പക്ഷേ ദുബായ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് മയക്കുമരുന്ന് നൽകി പീഡനത്തിന് ഇരയാക്കി എന്ന് പറയുന്ന പരാതി നിലനിൽക്കുമോ? അത്തരം ഒരു സാഹചര്യം ദുബായിലുണ്ടോ? മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ദുബായിലെ നിയമങ്ങൾ അത്ര ഷാർപ്പായതുകൊണ്ടും അത്ര ദൃഢമായതുകൊണ്ടും ആ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ബാക്കിയാവുകയാണ്. എന്നിരുന്നാൽ പോലും ഈ പിടിയിലാകുന്ന ആളുകൾക്ക് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് മുന്നോട്ട് വെക്കേണ്ട. നിരവധി യുവതികളെയാണ് ദുബായിൽ എത്തിച്ചതെന്നാണ് വെളിപ്പെടുത്തൽ. അഭിലാഷ്, യെസ്, നിരവധിയായ യുവതികളെ ഇത്തരത്തിൽ വിദേശത്തേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതിനെ നിയന്ത്രിച്ചിരുന്നത് ബിലാൽ എന്ന ആൾ ആണ് എന്നതാണ്. മാവേലിക്കര സ്വദേശിയാണ് ബിലാൽ എന്നതാണ്. ഒപ്പം ഔറംഗസേബ്, ഗുണ്ടാ നേതാവ് ഔറംഗസേബിന്റെ അക്കൗണ്ടിലേക്ക് സിന്ധു പണം അയച്ചതിന്റെ തെളിവുകൾ ഉണ്ട് എന്നതുകൂടിയാണ് വിവരങ്ങളായി പുറത്തുവരുന്നത്. നമുക്ക് പോലീസ് കമ്മീഷണറുടെ പ്രതികരണം, ഈ വിഷയത്തിൽ ഉള്ള പ്രതികരണം കൂടി കേൾക്കാം. ഒറ്റൊരാള് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ ഇന്നലെ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മുൻകൂട്ടി പോകാം, ജുഡീഷ്യൽ കസ്റ്റഡി എടുക്കും. പിന്നെ ഇന്റർഗേഷനിലെ കൂടുതൽ ഇൻഫർമേഷൻ നോക്കാം. അല്ലേ, മറ്റേ ഇതൊരു ഓർഗനൈസ്ഡ് നെറ്റ്വർക്കായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഇതിൽ ഈ ആളും ഒരു കണ്ണിയാണ്. നോക്കിയെങ്കിൽ ഇവരുടെ റോലും ആദ്യഘട്ടത്തിൽ മനസ്സിലാകാതെ ഇവർ കുറച്ച് ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യാൻ, മോട്ടിവേറ്റ് ചെയ്യാൻ, അവരെ ഈ റാക്കറ്റിന് സപ്ലൈ ചെയ്യാനും, പിന്നെ അവർക്കൊരു കട്ട് പെർസെൻറ്റേജ് അവർക്കും ഒന്ന് പോകരുതുണ്ട്. അത് ഇതൊരു നെറ്റ്വർക്കാണ്, വലിയ നെറ്റ്വർക്കായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ പലതരപ്പെട്ട ആൾക്കാർക്ക് ഒരു പെർസെൻറ്റേജിൽ ഒരു എമൗണ്ട് കിട്ടാണ്. ഇതൊരു കംപ്ലീറ്റ്ലായിട്ട് ഒരു ട്രേഡായിട്ടാണ് മാറിയിട്ടുള്ളത്. അത് നമുക്ക്
എത്ര ഡീപ്പായിട്ട് പോകണം അത്ര ഡീപ്പായിട്ട് പോയിട്ട് നെറ്റ്വർക്ക് നമുക്ക് കംപ്ലീറ്റ് ഡിസ്റ്റർബ് ചെയ്യും. നമുക്ക് ഈ അന്വേഷണം തെളിവുകൾ അടിസ്ഥാനത്തിൽ പോകണം. ഒന്ന് നമുക്ക് നിങ്ങൾ നേരത്തെ സോഷ്യൽ മീഡിയയിൽ 2 പോസ്റ്റ് അതേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒക്കെ നേരത്തെ നോണാണ് എല്ലാവർക്കും, ഇവിടെ പല കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. ഇതിൽ അന്വേഷണത്തോടെ ഭാഗമായിട്ട് എന്തൊക്കെ തെളിവ് വരുന്നുണ്ടോ, എന്തൊക്കെ അഫൻസ് വരുമെങ്കിൽ അത് മുൻകൂട്ടി പോകും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.